Next നമുക്ക് illustration 10. Brothers Agencies, Kallur has a branch at Pathanapuram, and in order to maintain strict control on branch stock, invoices goods to the branch at a selling price which is made at a profit of 20% on cost. പത്തനാപുരത്തുള്ള ബ്രാഞ്ചിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിന് പ്രത്യേകം പറയുന്നത് സ്ട്രിക്റ്റ് കൺട്രോൾ ഓൺ ബ്രാഞ്ച് സ്റ്റോക്കിന് മേലെ ഒരു കൺട്രോൾ വരുത്താൻ വേണ്ടിയിട്ട് ബ്രാഞ്ചിലേക്ക് ഹെഡ് ഓഫീസ് ഗുഡ്സ് കൊടുക്കുന്നത് സെല്ലിംഗ് പ്രൈസിലാണ്. അതെന്ന് പറയുന്നത് കോസ്റ്റ് പ്ലസ് 20% പ്രോഫിറ്റ്. ഫ്രം ദ ഫോളോയിങ് പർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ നെസസറി അക്കൗണ്ട്സ് അണ്ടർ സ്റ്റോക്ക് ആൻഡ് ഡെപ്റ്റർ സിസ്റ്റം. ഏത് സിസ്റ്റത്തിലാണ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്നും അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ദി ബിഗിനിങ്. അത് ഓപ്പണിംഗ് ബ്രാഞ്ച് സ്റ്റോക്കാണ് 30,000. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് 12,000. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 3,15,000. റിട്ടേൺസ് ബൈ ബ്രാഞ്ച് 15,000. Cash sales 1,20,000. Total sales 2,37,000. Receipts from debtors 88,000. Discount and allowances to debtors 2,000. Returns by debtors to branch 6,000. Remittance to branch for expenses 20,000. Stock at branch on the closing date 96,000. Expenses outstanding on the 2,000. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ട്രാൻസാക്ഷൻ ഉള്ളത്. അപ്പം നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യേണ്ട എന്താണ്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടാണ്. ബ്രാഞ്ച് സ്റ്റോക്കിൽ വരുന്ന ട്രാൻസാക്ഷൻസ് ശ്രദ്ധിക്കാം. ആദ്യം ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മാത്രമേ ബ്രാഞ്ച് സ്റ്റോക്കിൽ വരത്തുള്ളൂ. ഓപ്പണിംഗ് സ്റ്റോക്ക് ബ്രാഞ്ച് സ്റ്റോക്കിൽ വരുന്നതാണ് 30,000. ഡെപ്റ്റേഴ്സ് ബ്രാഞ്ച് സ്റ്റോക്കിൽ വരുന്ന കാര്യമല്ല. അടുത്ത ട്രാൻസാക്ഷൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ 3,15,000. സ്റ്റോക്കിൽ കൂടുന്ന കാര്യം 3,15,000. ദെൻ ക്യാഷ് സെയിൽസ്, ടോട്ടൽ സെയിൽസ്. ക്യാഷ് സെയിൽ നമ്മൾ ബൈ ബാങ്ക് എന്നും പറഞ്ഞാണ്, അല്ലെങ്കിൽ ബൈ ക്യാഷ് എന്നും പറഞ്ഞാണ് നമ്മൾ എഴുതേണ്ടത് 1,20,000. ടോട്ടൽ സെയിൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ടോട്ടൽ സെയിൽ ഫുള്ളായിട്ട് എഴുതിയിട്ട് കാര്യമില്ല. അതിന് പകരം അതിൻ്റെ അകത്തുനിന്ന് ഡെപ്റ്റേഴ്സിൻ്റെ എമൗണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിലിൻ്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ടോട്ടൽ സെയിലും ക്യാഷ് സെയിലും തന്നിരിക്കുന്നത്. ടോട്ടൽ സെയിൽസ് 2,37,000 ആണെങ്കിൽ അതിനകത്തുനിന്ന് ക്യാഷ് സെയിൽ കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എന്തായിരിക്കും? ക്രെഡിറ്റ് സെയിൽ. അതും നമ്മൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്നുള്ള പേരിൽ വേണം എഴുതാൻ. അതാണ് 1,17,000. ദെൻ റിസിപ്റ്റ്സ്, ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യമുണ്ട്. റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ബ്രാഞ്ചിൽ നിന്ന് റിട്ടേൺസ് പോയിട്ടുണ്ട്. അതെന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന് നേരെ ഓപ്പോസിറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കാണിക്കണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് 50,000. ഇത് ഈ റിട്ടേൺസ് നമ്മൾ സ്റ്റോക്കിൽ നിന്ന്, ബ്രാഞ്ചിൻ്റെ സ്റ്റോക്കിൽ നിന്ന് കുറയുന്ന കാര്യങ്ങളാണ്. ഈ കുറയുന്നതൊക്കെയാണല്ലോ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്യാഷ് സെയില്, ക്രെഡിറ്റ് സെയില്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, റിട്ടേൺസ്, ഈ 3 കാര്യങ്ങൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ബ്രാഞ്ചിൽ സ്റ്റോക്കിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ് വരുമോ? വരത്തില്ല. ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെപ്റ്റേഴ്സ് സ്റ്റോക്കിനെ ബാധിക്കുന്നതല്ല. റിട്ടേൺസ് ബൈ ഡെപ്റ്റേഴ്സ് ടു ബ്രാഞ്ച് 6,000 അത് സ്റ്റോക്കിൽ വരുന്ന, കാരണം നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ കസ്റ്റമേഴ്സ്, അവർ വാങ്ങിച്ചുകൊണ്ട് പോയ ആ സ്റ്റോക്ക് നമ്മുടെ ബ്രാഞ്ചിലേക്ക് ഡയറക്റ്റ് കൊണ്ട് തരുക. നമ്മുടെ ബ്രാഞ്ചിൻ്റെ സ്റ്റോക്കിൽ കൂടുന്ന കാര്യങ്ങളൊക്കെ എവിടെ എഴുതണ്ടേ? ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് ആണ് തന്നെ, അതുകൊണ്ട് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് എന്നുള്ള പേര് തന്നെ എഴുതുക. റിട്ടേൺസ് ബൈ ഡെപ്റ്റേഴ്സ് 6,000. റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് ബ്രാഞ്ച് സ്റ്റോക്കിൽ വരുന്നതല്ല. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ് 96,000. ക്ലോസിംഗ് ബ്രാഞ്ച് സ്റ്റോക്ക് അത്ര എഴുതി. എന്നിട്ട് ഇത് നമ്മൾ 2 വർഷം ടാലി ചെയ്ത് നോക്കുക, ടാലി ആവുന്നുണ്ടോ എന്ന്. ഈ ക്വസ്റ്റിനകത്ത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇത്ര എഴുതി കഴിയുമ്പം ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ, അതായത് 2 വർഷവും ടാലി ആവത്തില്ല. ക്രെഡിറ്റ് സൈഡ് കുറവാണ്. ക്രെഡിറ്റ് സൈഡിൽ ഒരു 3,000 rupees കുറവുണ്ട് ഇത്ര എഴുതി കഴിയുമ്പോൾ. ഇവിടെ 2 കാര്യങ്ങൾ ഇറങ്ങുന്നു: ബ്രാഞ്ച് P&L അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഈ ക്വസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എഴുതി കഴിയുമ്പോൾ സാധാരണ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇത്രയും ട്രാൻസാക്ഷനകത്ത് നിന്ന്
സ്റ്റോക്കിനെ ബാധിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എൻട്രി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ രണ്ട് വശവും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഇത് ടാലി ആവത്തില്ല, ടാലി ആവാണ്ട് നിൽക്കും. എല്ലാ ട്രാൻസാക്ഷൻ എഴുതി കഴിയുമ്പോൾ ഒരു 3000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വരും. അതിനെ നമ്മൾ സ്പോയിലേജ് ആയിട്ട് അസ്യൂം ചെയ്യുക, നമ്മളങ്ങ് സങ്കല്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു ഡിഫറൻസ് 3000 എന്ന് പറയുന്നത് ക്രെഡിറ്റ് സൈഡിൽ വന്നേക്കുന്നത് കൊണ്ട് അത് സ്റ്റോക്കിൽ കുറവാണ് വന്നേക്കുന്നത്. അത് സ്പോയിലേജ് അല്ലെങ്കിൽ ഷോർട്ടേജ് ഇൻ സ്റ്റോക്കാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതേസമയം ഇവിടെയാണ് ഡെബിറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ എന്തായിട്ട് എടുക്കണം? സർപ്ലസ് ഇൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞ് എടുക്കണം. സ്പോയിലേജ് എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നത് കാരണം ചുമ്മാ ഫുൾ എമൗണ്ട് സ്പോയിലേജ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. ഇതിൽ സ്പ്ലിറ്റ് ചെയ്ത് എഴുതണം. 3000 റുപ്പീസ് ആണ് സ്പോയിലേജിൻ്റെ ടോട്ടൽ എമൗണ്ട് വരുന്നത്. അതിൻ്റെ ലോഡിംഗ് എമൗണ്ട്, അതായത് പ്രോഫിറ്റിൻ്റെ ഷെയർ സ്പോയിലേജ് ഒരു നോർമൽ ബിസിനസ് ലോസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ഷെയർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലും കോസ്റ്റിൻ്റെ എമൗണ്ട് ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കും വേണം നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ടത്. മനസ്സിലായോ? ബ്രാഞ്ച് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം എൻറ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ രണ്ട് വശവും ടോട്ടൽ ചെയ്ത് നോക്കുമ്പോൾ ഇവിടെ 3,51,000 ആണെങ്കിൽ ഇവിടെ 3,48,000 നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ രണ്ട് വശം ടാലി ആവാതിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു 3,000 റുപ്പീസിൻ്റെ കുറവുണ്ട്. എവിടെ? ക്രെഡിറ്റ് സൈഡിൽ ഒരു 3,000 റുപ്പീസിൻ്റെ കുറവുണ്ട്. അതിനെ നമ്മൾ സ്പോയിലേജ് ആയിട്ടാണ് അസ്യൂം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ സ്പോയിലേജ് ആയിട്ട് ഫുള്ളായിട്ട് ഒറ്റയടിക്കൊന്നും നമുക്ക് 3,000 എന്ന് പറഞ്ഞ് എഴുതാൻ പാടില്ല. അതിന് പകരം അതിനെ നമ്മൾ രണ്ടായിട്ടാണ് എഴുതുന്നത്. അതിൽ പ്രോഫിറ്റിൻ്റെ ഷെയർ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കും കോസ്റ്റിൻ്റെ എമൗണ്ട് ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിലേക്കും വേണം ട്രാൻസ്ഫർ ചെയ്യാൻ. മനസ്സിലായോ? ഇനി ആ പ്രോഫിറ്റിൻ്റെ ഷെയർ കണ്ടുപിടിക്കുന്നത് നോക്കാം. Assumed that the difference in stock account is 3,000 is spoilage. നിങ്ങൾ ആൻസർ എഴുതുമ്പോൾ ഇങ്ങനെ തന്നെ ഒരു നോട്ട് കൊടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഇവിടെ നമ്മളോട് പറഞ്ഞ കോസ്റ്റ് പ്ലസ് 20% പ്രോഫിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 3,000 ആണ് നമ്മുടെ സ്പോയിലേജിൻ്റെ എമൗണ്ട്. അപ്പം നമുക്ക് ലോഡിങ്ങിൻ്റെ എമൗണ്ട് കാണുമ്പോൾ എന്താ ചെയ്യേണ്ടത്? 3,000 into 20/120 എന്നുള്ള ഇക്വേഷൻ എടുക്കണം. രണ്ട് ക്യാൻസൽ ആയി പോകും. 6 എടുക്കുമ്പോൾ 500. ഇതാണ് ലോഡിങ്ങിൻ്റെ എമൗണ്ട്. അതാണ് 500 വന്നിരിക്കുന്നത്. കോസ്റ്റിൻ്റെ എമൗണ്ട് എത്രയായിരിക്കും? 3,000 നിന്ന് ഈ 500 കുറച്ച് ബാക്കിയുള്ളതാണ്. 2,000 ആണ് കോസ്റ്റ് എമൗണ്ട്. അതാണ് നമ്മൾ ബ്രാഞ്ച് പി ആൻഡ് എൽ അക്കൗണ്ടിൽ 2,500 ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ 500 എഴുതുക. ഇത്ര എഴുതി കഴിഞ്ഞാൽ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് തീർന്നു. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ഓക്കെ, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ആദ്യമേ ഇത് നമുക്ക് തന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം നോക്കുക. അതിനകത്ത് സ്റ്റോക്ക് വരികയില്ല. ആദ്യത്തെ എൻട്രി ഓപ്പണിംഗ് സ്റ്റോക്ക് വരില്ല. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് വരും. ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് ടു ബാലൻസ് ബ്രോട്ട് ഡൗൺ എന്ന് പറഞ്ഞ് എഴുതുക. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിനെ ബാധിക്കുന്നതല്ല. റിട്ടേൺസ് ബൈ ബ്രാഞ്ച് ടു ഹെഡ് ഓഫീസ് അതും വരുന്നതല്ല. ക്യാഷ് സെയിൽസ് വരത്തില്ല. ക്രെഡിറ്റ് സെയിൽസ് വരും. ക്രെഡിറ്റ് സെയിൽസ് എവിടുന്നാണ് വരണ്ടേ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടുമായിട്ടാണ് വരേണ്ടത്. അപ്പം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് 1,17,000. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? റെസിപ്റ്റ്സ് ഫ്രം ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സിൻ്റെ ട്രാൻസാക്ഷനാണ്. അപ്പം ബൈ ക്യാഷ് എന്ന് പറഞ്ഞാൽ 88,000. ദെൻ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെപ്റ്റേഴ്സ്, ഡെപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടതാണ്. അത് ബ്രാഞ്ച് എക്സ്പെൻസസ് എന്നുള്ള ഹെഡിൽ വേണം നമ്മുടെ ഈ ഒരു മെത്തേഡിൽ എഴുതാൻ. ബ്രാഞ്ച് എക്സ്പെൻസസ്. ദെൻ റിട്ടേൺസ് ബൈ ഡെപ്റ്റേഴ്സ് ടു ബ്രാഞ്ച് 6,000. അത് ബ്രാഞ്ച് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട ഒരു ട്രാൻസാക്ഷനാണ്. അത് ഇവിടെ പറഞ്ഞു 6,000. ദെൻ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് വരത്തില്ല. സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് ഓൺ ദി ക്ലോസിംഗ് ഡേറ്റ് 96,000. എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിംഗ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് 2,000. അപ്പോൾ ക്ലോസിംഗ്
ബാലൻസ് ഓഫ് ഡെപ്റ്റേഴ്സ് തന്നിട്ടില്ല. അപ്പോൾ ബാലൻസ് ചെയ്ത് കിട്ടുന്ന ആ 33,000 ആണ് നമ്മുടെ ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ്. ഈ 33,000 എന്ന് പറയുന്ന ബാലൻസിങ് ഫിഗർ ആണ്. ഓക്കെ, അത്ര എഴുതി കഴിഞ്ഞാൽ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് തീർന്നു. അതിനുശേഷം നമ്മൾ എഴുതേണ്ടത് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടാണ്. ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ടിൽ ആദ്യമേ ഓപ്പണിംഗ് എക്സ്പെൻസസ് ഒന്നും ഇല്ല. നമുക്കിവിടെ വേണ്ടത് നമ്മുടെ ട്രാൻസാക്ഷനിൽ റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് 20,000 അതുപോലെ തന്നെ ഡിസ്കൗണ്ട് ആൻഡ് അലവൻസസ് ടു ഡെപ്റ്റേഴ്സ് 2,000 അതുപോലെ എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് 2,000. ഇത്രയും കാര്യങ്ങളുണ്ട്. ഇത് മൂന്നും നമ്മൾ എഴുതണം. ഒന്ന് ടു ബാങ്ക് 20,000, റെമിറ്റൻസ് ടു ബ്രാഞ്ച് ഫോർ എക്സ്പെൻസസ് 20,000, അതുപോലെ ഡെപ്റ്റേഴ്സിന് കൊടുത്ത എക്സ്പെൻസസ് 2,000, അതുപോലെ ബ്രാഞ്ച് എക്സ്പെൻസസ് ഔട്ട്സ്റ്റാൻഡിങ് 2,000. അത് എഴുതി. ഇത്ര എഴുതി കഴിഞ്ഞ് ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അടുത്ത അക്കൗണ്ട് എന്ന് പറയുന്നത് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ ആദ്യം നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിലുള്ള ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 3,15,000. അതുപോലെ റിട്ടേൺസ് ഉണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ 15,000. പിന്നെ നമുക്ക് അതിനകത്ത് വരുന്ന ബാലൻസ് എൻട്രി എന്ന് പറയുന്നത്, അതായത് ഇത് രണ്ടും ക്ലോസ് ചെയ്ത് വിടണമല്ലോ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അതിൽ റിസർവിലേക്ക് പോകേണ്ടതുകൊണ്ട് ട്രേഡിംഗ് ഓർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ട്രേഡിംഗ് ഓർ പർച്ചേസ് അക്കൗണ്ടിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലെ സ്റ്റോക്കിൻ്റെ റിസർവ് കണ്ടുപിടിക്കണം. അതിന് നെറ്റ് എമൗണ്ടിന് മാത്രം എടുത്താൽ മതി. അതായത് 3,15,000 നിന്ന് റിട്ടേൺസ് ആയ 15,000 കുറച്ചിട്ടുള്ള ബാക്കി 3 lakhs-ൻ്റെ 20/120% എടുക്കുമ്പോൾ 50,000 കിട്ടും. എങ്ങനെയാ 3 lakhs കിട്ടിയത് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. 3,15,000 നിന്ന് 15,000 റിട്ടേൺ കുറച്ചു, അതിനകത്തുനിന്ന് 20/120 കാൽക്കുലേറ്റ് ചെയ്തപ്പോഴാണ് 50,000 കിട്ടിയത്. ആ 50,000 ആണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ എഴുതേണ്ടതും ബാലൻസ് വരുന്ന ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എഴുതണം. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിലൊരു റിസർവ് ഉണ്ട്. അത് നമ്മൾ ഇതുവരെ എൻട്രി ഒന്നും എഴുതിയിട്ടില്ല. ആ ഓപ്പണിംഗ് സ്റ്റോക്കിലുള്ള റിസർവാണ് 5,000. ലോഡിംഗ് ഓൺ ഓപ്പണിംഗ് സ്റ്റോക്ക് 30,000 ആയിരുന്നു ഓപ്പണിംഗ് സ്റ്റോക്ക്. അതിൻ്റെ 1/6 അതായത് 20/120 ചെയ്തതാണ് 5,000 കിട്ടി. ആ സ്റ്റോക്ക് റിസർവ് ആദ്യം എഴുതി. ദെൻ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 50,000 നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു 50,000. പിന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ സ്റ്റോക്ക് റിസർവ് ആണ് 16,000. ഇതിനോ അത് കഴിഞ്ഞ് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് എഴുതിയപ്പോൾ സ്പോയിലേജ് കണ്ടെത്തിയായിരുന്നു. ആ സ്പോയിലേജിലുള്ളൊരു 500 ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്ക് വരേണ്ടതാണ്. അതും എഴുതി. അത് എഴുതി കഴിഞ്ഞ് ബാലൻസ് വരുമ്പോൾ അത് ട്രാൻസ്ഫർ ചെയ്ത് ഗ്രോസ് പ്രോഫിറ്റ് എന്നുള്ള പേരിൽ ട്രാൻസ്ഫർ ചെയ്യാം. ഇത്ര എഴുതി കഴിഞ്ഞ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് കഴിഞ്ഞു. ദെൻ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് എഴുതുക. ആദ്യമേ ഗ്രോസ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്ത് എഴുതി. പിന്നെ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് വരേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ബ്രാഞ്ച് എക്സ്പെൻസസ് അക്കൗണ്ട് ഉണ്ട് 24,000. അതുപോലെ തന്നെ ബ്രാഞ്ച് സ്റ്റോക്ക് പ്രിപ്പയർ ചെയ്തപ്പോൾ സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ കോസ്റ്റിൻ്റെ എമൗണ്ട് സ്പോയിലേജിൻ്റെ കോസ്റ്റിൻ്റെ എമൗണ്ട് ബ്രാഞ്ച് സ്റ്റോക്ക് കോസ്റ്റ് ഓഫ് സ്പോയിലേജ് 2,500. ബാലൻസ് വരുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 12,000 rupees ട്രാൻസ്ഫർ ചെയ്ത് തരിക. ഇത്രയും അക്കൗണ്ട്സ് ഓർഡറിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആയി. ഇത്രേ ഉള്ളൂ. ഇലിസ്ട്രേഷൻ